പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എല്ലാവരും കരങ്ങൾ കൂപ്പിക്കേ. കരങ്ങൾ കൂപ്പി ഈശോയുടെ കുരിശു മരണത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങൾക്കും അർത്ഥമുണ്ടെന്ന് ഈശോ നിന്നെ പഠിപ്പിക്കുന്ന സമയം കൂടെയാണ്. എല്ലാവരും കരങ്ങൾ കൂപ്പുക. പ്രത്യേകിച്ച് ഈ സമയത്ത് നീ മനസ്സിൽ കാണണം, ഒന്നാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കണ്ണുകളടച്ച് മനസ്സിൽ ധ്യാനിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ചേർത്ത് വയ്ക്കുക. രണ്ടാം സ്ഥലം ഈശോ കുരിശ് ചുമക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കുരിശ് നിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കുന്നു. വിശ്വാസത്തോടെ കുരിശ് ചുമക്കാൻ എനിക്ക് ബലം വേണം. മൂന്നാം സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. മാനുഷികമായ അനേക ബലഹീനതകൾ നമുക്കുണ്ട്, അത് സമർപ്പിക്കുക. ഈശോയെ, വീണടത്ത് കിടക്കാതെ എഴുന്നേൽക്കാനുള്ള കൃപ വേണം. നാലാം സ്ഥലം യേശു തൻ്റെ അമ്മയെ കാണുന്നു. നമ്മുടെ വേദനയിൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ദൈവം അനേകരെ നമുക്ക് ചേർത്ത് വയ്ക്കും. നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാം. അഞ്ചാം രഹസ്യം, ശിമയോൻ ക്രൂശ് ചുമക്കാൻ സഹായിക്കുന്നു. ദൈവം മറ്റുള്ളവരിലൂടെ നമ്മെ സഹായിക്കും. മറ്റുള്ളവരുടെ സ്നേഹം കൊണ്ടാണ് നമ്മുടെ ജീവിതം നയിക്കപ്പെടുന്നത്. ആറാം സ്ഥലം, വേറോനിക്ക യേശുവിൻ്റെ തിരുമുഖം തുടയ്ക്കുന്നു. ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തികൾ ദൈവത്തിൻ്റെ മുമ്പിൽ എത്രയോ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. ഏഴാം സ്ഥലം, യേശു രണ്ടാം തവണ വീഴുന്നു. നമ്മുടെ ജീവിതത്തിൽ അനേക വീഴ്ചകൾ നമുക്കുണ്ട്. ആ വീഴ്ചകളിൽ ഒരിക്കലും വീണുപോകാതെ മുമ്പോട്ട് നയിക്കപ്പെടാൻ ധ്യാനിക്കുക. എട്ടാം സ്ഥലം, യേശു യെരൂശലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ആശ്വാസത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പാപവഴികളിൽ നിന്ന് തിരിച്ചു വരണമെന്നുള്ള വലിയൊരു ആഹ്വാനം കൂടെയാണ്. ഒമ്പതാം സ്ഥലം, യേശു മൂന്നാം തവണ വീഴുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ ഓരോ വീഴ്ചകളെയും അതിജീവിക്കുന്നതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പത്താം സ്ഥലം, യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈ ലോകം നമുക്ക് സമ്മാനിച്ച പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാം, പക്ഷേ ദൈവം നിന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടല്ലേ. 11ാം സ്ഥലം, യേശു കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോയെ, ഇത്രമേൽ നീ എന്നെ സ്നേഹിച്ചുവല്ലോ. സ്നേഹമെന്നുള്ളത് എപ്പോഴും ത്യാഗം ആവശ്യപ്പെടുന്നുവെന്ന് തിരിച്ചറിയുന്നു. 12ാം സ്ഥലം, യേശു കുരിശിൽ മരിക്കുന്നു. ദൈവസ്നേഹം ഇത്രമേൽ പ്രകടമാക്കപ്പെട്ടത് കർത്താവെ കുരിശിലാണല്ലോ. ക്ഷമയും സ്നേഹവും ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, ഈ കുരിശിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. 13ാം സ്ഥലം, യേശുവിൻ്റെ ശരീരം മറിയത്തിൻ്റെ കരങ്ങളിൽ. വേദനയുടെ നിശബ്ദതയാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം അനേക സംഭവങ്ങൾക്ക് മുമ്പിൽ വിശ്വാസം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാൻ കൃപ വേണമേ. 14ാം സ്ഥലം, യേശു കല്ലറയിൽ അടയ്ക്കപ്പെടുന്നു. ഈ കല്ലറയിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, ഈ കുരിശിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈ കുരിശിനെ ഒന്ന് ആരാധിച്ചു വണങ്ങി, കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു. ആ വലിയ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഈ നിമിഷം ചേർന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. സാധിക്കുന്ന എല്ലാവരും ശിരസ് കുമ്പിട്ട് താണു ഞങ്ങൾ വണങ്ങുന്നു
എല്ലാവരും ചേർന്നൊന്ന് വണങ്ങിപ്പാടി പ്രാർത്ഥിച്ചേ. കുരിശിനാലീ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ സകല ഭാരവും ഈ കുരിശിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എന്നും അനുഗ്രഹമായിട്ട് മാറണമേ. വിശ്വസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വസ്ഥമായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പരിശുദ്ധാരാധനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കുരിശിൻ്റെ ശക്തി തെളിയണമേ. ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി മനസ്സിൽ വരണേ ഈശോ, മനസ്സിൽ വരണേ. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ ഈശോ, മനസ്സിൽ നീ വരണേ. ക്രൂശിതരൂപനായി സ്നേഹസ്വരൂപനായി മനസ്സിൽ നീ വരണേ ഈശോ, മനസ്സിൽ നീ വരണേ. കരങ്ങൾ കൂപ്പി മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. ചേർന്ന് പാടി മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. പ്രാർത്ഥിക്കാം. മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. യേശുവേ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. ആഗ്രഹിച്ച് മനസ്സിൽ നീ വരണേ. യേശുവേ, മനസ്സിൽ നീ വരണേ. ഈശോയെ, മനസ്സിൽ നീ വരണേ. 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 നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി, ഈശോയെ, എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി മാറിയവനെ, ഈ കുരിശിന്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. ഇതാ ഈ പരിശുദ്ധ കുർബാന നിന്നെ പഠിപ്പിക്കുന്ന, ഇതുപോലെ ബലിയാകാനുള്ളതാണ് നിന്റെ ജീവിതം. കർത്താവേ, അങ്ങയെ നോക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം വിശുദ്ധീകരിക്കപ്പെടുമല്ലോ. എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം കുറയും നിന്നെ നോക്കി ധ്യാനിക്കുമ്പോൾ. കർത്താവേ, എൻ്റെ ഉള്ളിൽ പാപബോധം വളരും. കർത്താവേ, എൻ്റെ ഉള്ളിൽ കഷ്ടതകൾ സഹിക്കാനുള്ള കൃപ ലഭിക്കും. എനിക്ക് ക്ഷമിക്കാനുള്ള ബലം കിട്ടും. എൻ്റെ ആത്മീയ വളർച്ചയാണ്. കർത്താവെ, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഇതെൻ്റെ ഉള്ളിൽ സംഭവിക്കണമേ. ഓ കർത്താവെ, എൻ്റെ മനസ്സിൽ നീ നിറയണം. ആഗ്രഹിക്കണം. ഇത് പ്രാർത്ഥനയായി പരിശുദ്ധ അൾത്താരിൽ നമുക്ക് സമർപ്പിക്കാം. തിരുവത്താഴത്തിൻ ദിവ്യമുഹൂർത്തമായി മനസ്സിൽ മനസ്സിൽ നീ വരണേ ഈശോ, മനസ്സിൽ നീ വരണേ. തിരുവത്താഴത്തിൻ ദിവ്യമുഹൂർത്തമായി മനസ്സിൽ നീ വരണേ ഈശോ, മനസ്സിൽ നീ വരണേ. രണ്ട് കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് മനസ്സിൽ നീ വരണമേ. മനസ്സിൽ നീ വരണേ. ചേർന്ന് പാടിക്കേ. മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. എല്ലാവരും മനസ്സിൽ നീ വരണേ.
മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ചേർന്ന് പാടിക്കുകയും മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, ഈശോയെ, എനിക്ക് വേണ്ടി പാടുപീഡകളേറ്റവനെ, അങ്ങയുടെ കുരിശും കൊണ്ടുള്ള യാത്ര ധ്യാനിക്കുന്ന സമയം എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ ഞാനിതാ സമർപ്പിക്കുകയാണ്. കർത്താവേ, കുരിശ് യാത്രയുടെ ഓരോ അനുഭവവും എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനും പലപ്പോഴും വീണു പോകുന്നു. എഴുന്നേൽക്കാൻ കഴിവില്ലാതെ ഞാൻ പലപ്പോഴും അസ്വസ്ഥനായിട്ട് ഇരുന്നു പോകുന്നു. കർത്താവേ, എന്നെ ബലപ്പെടുത്തണം. കർത്താവേ, എനിക്ക് വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ കൃപ വേണം. അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, എന്നെ പഠിപ്പിക്കണം. കർത്താവേ, ഈ അൾത്താരയിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. ആഗ്രഹിക്കട്ടെ. മൃതിയെ തോൽപ്പിച്ച് വീണ്ടും ഉയർത്തന്റെ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ. മൃതിയെ തോൽപ്പിച്ചവൻ നിന്റെ മുമ്പിൽ, മൃതിയെ തോൽപ്പിച്ച് വീണ്ടും ഉയർത്തന്റെ മനസ്സിൽ നീ വരണേ, ഈശോ മനസ്സിൽ നീ വരണേ. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് മനസ്സിൽ നീ വരണമേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ചേർന്ന് പാടിക്കേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. എല്ലാവരും മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, യേശുവേ, മനസ്സിൽ നീ വരണേ. എല്ലാവരും മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ആഗ്രഹിക്കട്ടെ. മനസ്സിൽ നീ വരണേ, ഓ കർത്താവേ, മനസ്സിൽ നീ വരണേ, ഈ ശുശ്രൂഷ സമയത്ത് മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ. കൈയടിച്ച് പാടിക്കേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് മനസ്സിൽ നീ വരണേ, ആഗ്രഹിക്കട്ടെ. മനസ്സിൽ നീ വരണേ, എന്റെ കർത്താവേ, മനസ്സിൽ നീ വരണേ, ഈ ശുശ്രൂഷ സമയം മനസ്സിൽ നീ വരണേ, എന്റെ മേൽ നിറയണം. മനസ്സിൽ നീ വരണേ, ഹൃദയം തുറന്ന് മനസ്സിൽ നീ വരണേ, കണ്ണുകളടച്ച് മനസ്സിൽ നീ വരണേ, ആത്മാർത്ഥതയോടെ മനസ്സിൽ നീ വരണേ, ആഗ്രഹിച്ച് മനസ്സിൽ നീ വരണേ, ഓ കർത്താവേ, മനസ്സിൽ നീ വരണേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ നീ വരണേ, കർത്താവേ, മനസ്സിൽ നീ വരണേ, യേശുവേ, മനസ്സിൽ നീ വരണേ, ഈശോയേ, മനസ്സിൽ നീ വരണേ, 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 മനസ്സിൽ നീ വരണേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയേ എന്ന് വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 ഞങ്ങളുടെ ജീവിതത്തില് അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് അടയാളമായിട്ടിരിക്കണം. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 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 ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
ഓ കർത്താവേ, കുരിശിന്റെ വഴിയിൽ അർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിന് സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും എന്നെ പഠിപ്പിക്കുന്നവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ കുരിശ് വഹിച്ച് ഞാൻ വീഴുമ്പോൾ എഴുന്നേൽക്കുവാൻ കൃപ തരുന്നവനെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, എന്റെ മനസ്സിന്റെ ഭാരത്തിന് വിടുതലുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചവനെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഇന്നും അങ്ങ് ജീവിക്കുന്നുവെന്ന് എന്നെ പഠിപ്പിക്കുന്നവനെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അത്ഭുതകരമായ ദൈവത്തിൻ്റെ സമാശ്വാസം, അത്ഭുതകരമായ കൃപകളാണ് ചൊരിയപ്പെടുന്നത്. കുരിശനെ ധ്യാനിക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന കൃപ ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന അനേകരിലേക്ക് ചൊരിയപ്പെടുകയാണ്. ശക്തമായി ദൈവത്തിൻ്റെ സൗഖ്യം അനേകർക്ക് ഒഴുകപ്പെടുന്നുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളൂ. നിന്റെ ആഗ്രഹത്തിൽ കർത്താവ് ഇടപെടുകയാണ്. കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. മൈഗ്രെയിൻ രോഗപീഠ മൂലം വളരെ വിഷമിച്ച് ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന അനേകരെ, ഒന്നോ രണ്ടോ പേരല്ല, അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു, ആശ്വാസം നൽകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈശോ നിനക്ക് ബലം നൽകുന്നു. ഈശോ അനേകർക്ക് ബലം നൽകുന്നു. ഒരു ഓപ്പറേഷനോട് ബന്ധപ്പെട്ട് നീണ്ട ദിവസങ്ങളായി വലിയ ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ഓൺലൈൻ ശുശ്രൂഷയിൽ ദൂരത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സഹോദര, കർത്താവ് സഹോദരന് ബലം നൽകുന്നു. ഇത് ഒരു ഭാരപ്പെടേണ്ട, മറിച്ച് ഇതൊക്കെ കഴിഞ്ഞു പോകുമെന്ന്, ഇത് നിസ്സാരമാണെന്ന്, ഈ വേദന ഇതൊരു കാലത്തേക്കുള്ളൂ, ഇതിന് ശേഷം നിനക്ക് ധൈര്യവും പൂർണ്ണതയും ബലവും കിട്ടുമെന്ന് കർത്താവ് നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിയും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തിൽ ആനി എന്ന് പേരുള്ളൊരു സഹോദരിയോടാണ് കർത്താവ് പറയുന്നത്, നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നീ ചിന്തിക്കുന്നത് പരിഹാരമില്ലെന്നാണ്, എന്നാൽ പരിശുദ്ധ അൽത്താര പറയുന്നു പരിഹാരമുണ്ട്. ഈശോ നിനക്ക് വഴി തുറന്നു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അത്ഭുതകരമായ കൃപകളാണ് പരിശുദ്ധ അൽത്താര നിനക്ക് നൽകുന്നത്. വിശ്വസിക്കുക. രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാനിതാ അങ്ങയെ ധ്യാനിച്ച്, അങ്ങയിൽ ആശ്രയിച്ച്, അങ്ങയിൽ വിശ്വസിച്ച് എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. കർത്താവേ, എന്നും നിന്നോട് വിശ്വസ്തനായിരിക്കാൻ, വിശ്വസ്തയായിരിക്കാൻ ശക്തിയും ബലവും നൽകണം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവെ, നിന്റെ കുരിശോട് ചേർത്ത് അവയെ ധ്യാനിക്കാൻ എനിക്ക് കൃപ വേണം. ഓരോരുത്തരും ആ വലിയ ആഗ്രഹം പറഞ്ഞേ. എന്തെല്ലാം സംഭവിച്ചാലും, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം കുരിശോട് ചേർത്ത് ധ്യാനിക്കണം. അപ്പോൾ കുരിശ് നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും പഠിപ്പിക്കും. ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. പക്ഷേ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ഈശോ പഠിപ്പിക്കും. കർത്താവെ, എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി, ഒരു കുഞ്ഞു കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് വേണം. കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ വളരാൻ എന്നെ ബലപ്പെടുത്തണം. ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ആഗ്രഹം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് നമുക്ക് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്പോൾ അനേകർക്ക് നൽകുന്നൊരു സന്ദേശ വചനം കൂടെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഞായറാഴ്ച മുതൽ നമ്മുടെ ധ്യാന മന്ദിരത്തിൽ ആരംഭിക്കുന്ന പ്രത്യേകമായ തിരുരക്താഭിഷേക ധ്യാനം,
നോമ്പ് കാലത്ത് മാത്രം നമ്മൾ ക്രമീകരിക്കുന്ന ഒരു ധ്യാന ശുശ്രൂഷയാണ്. ഈ ഓൺലൈൻ പങ്കെടുക്കുന്നവരും ഇവിടെ ആയിരിക്കുന്നവരൊക്കെ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഞായറാഴ്ച മുതലുള്ള ധ്യാനത്തിൽ കർത്താവെ അനേക ദൈവജനം വന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ പീഡാസഹനത്തെ ധ്യാനിക്കുന്ന ഓരോ വ്യക്തിയിലും അഭിഷേകം നിറയട്ടെ. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ആ വലിയ പ്രാർത്ഥനയോട് ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന യേശു, 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 ആരാധന യേശു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക്